എന്തായിരുന്നു കുരുവട്ടൂരിയൻ ശേഖിന്റെ ലക്ഷ്യങ്ങൾ? എന്തായിരുന്നു പദ്ധതികൾ? കുരുവട്ടൂരിയൻ ശേഖിന്റെ ഗൂഢാലോചനകളിൽ പങ്കാളിയായ കുരുവട്ടൂരിന്റെ സഹയാത്രികനും വലം കൈയുമായിരുന്ന 10 വർഷത്തിലധികം കുരുവട്ടൂരിന്റെ വിശ്വസ്തനായിരുന്ന മുബശ്ശിർ സഖാഫി തന്റെ അനുഭവങ്ങൾ നിങ്ങളോടായി പങ്കുവെക്കുകയാണ്. കുരുവട്ടൂരിന്റെ ഗൂഢലക്ഷ്യങ്ങളുടെയും തട്ടിപ്പുകളുടെയും ലോകം ഭാഗം 1 ആരംഭിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുബശ്ശിർ സഖാഫിയാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വോയിസ് ഞാൻ വിടുന്നത് എൻ്റെ പാവപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ, മുൻകാലങ്ങളിൽ SSF-ലും SYS-ലുമൊക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരുപാട് പ്രവർത്തകർ ഇന്ന് ഹാഫിളിന്റെയും നൗഷാദിന്റെയൊക്കെ വലയിൽ കുടുങ്ങിയിട്ട് ആലിമീങ്ങളെ തെറി പറയുന്നുണ്ട്, സാദാത്യങ്ങളെ അവഹേളിക്കുന്നത് കുറെ ആയി കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. ഈ സമയത്ത് പറയാനുള്ളത്, പ്രവർത്തകരെ അതിൽ കുടുങ്ങിയ ഒരുപാട് ആളുകളുണ്ട്, അവരോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഒരുപാട് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ യഥാർത്ഥത്തിൽ ഈ കുരുവട്ടൂരികളുടെ അല്ലെങ്കിൽ ഈ ഹാഫിളിന്റെയും കുറച്ചാളുകൾ പിന്നിൽ ഒരു അജണ്ടയുണ്ടായിരുന്നു. ആ അജണ്ട പലപ്പോഴും അജണ്ടയിലൊക്കെ പങ്കെടുത്ത ആളാണ് ഞാൻ. പല പദ്ധതികളിലും പല കുതന്ത്രങ്ങളിലും സാധുവായ ഞാനും അകപ്പെട്ടിരുന്നു. പല ചർച്ചകളിലും ഞാനുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ സംഘടനയെ തകർക്കാനുള്ള ഒളിയമ്പുകളായിരുന്നു. ഇവരുടെ മെയിൻ ഉദ്ദേശം നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ആലിമീങ്ങളെ ഭിന്നിപ്പിക്കുക എന്നതായിരുന്നു. പലപ്പോഴും അദ്ദേഹം റിയാദുസ് സാലിഹീൻ സബക്ക്, ഞാൻ 7 പ്രമുഖരായ ആളുകളിൽ ഒരാളാണ് ഞാൻ. അതിൽ പങ്കെടുത്ത ആളുകളിൽ ഒരു വ്യക്തിത്വമാണ് ഞാൻ. പലപ്പോഴും സംഘടനകളെ കുറിച്ചും പൊന്മള ഉസ്താദിനെ കുറിച്ചും പേരോട് ഉസ്താദിനെ കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിൽ ഈ ഹാഫിളിന്റെ പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഞാനും പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അകപ്പെട്ടിരുന്നു. കുറെയൊക്കെ ശരിയുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു. സംഘടനയിൽ ആത്മീയതയില്ല, സമസ്ത പിളരും, താജുൽ ഉലമക്കും അതുപോലെ തന്നെ ഖമറുൽ ഉലമക്കൊക്കെ വഫാത്തിന് ശേഷം അവരുടെ ഇപ്പോഴുള്ള ആളുകൾ പൊന്മാള ഒരു ഭാഗത്തേക്കും പേരോട് ഒരു ഭാഗത്തേക്കും ഖലീൽ തങ്ങൾ മറ്റൊരു ഭാഗത്തേക്കും പോകും, ഞാൻ എന്റെ ഭാഗത്തേക്കും പോകും, അടിയുറച്ചു നിന്നോളി എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് പലതും ബോധ്യപ്പെടുന്നത്. ഇവരുടെ കുൽസിത തന്ത്രങ്ങൾ എന്തായിരുന്നു എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോന്നും ആവശ്യമാകുന്ന സമയത്ത് ഞാൻ ഒരുപാട് വിഷയം എനിക്ക് പറയാനുണ്ട്. ഒരുപാട് വിഷയങ്ങൾ. 10 വർഷത്തോളം അദ്ദേഹത്തിന്റെ കൂടെ വീട്ടിലും കാട്ടിലും നാട്ടിലും ഒക്കെ ഞാൻ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ട പ്രവർത്തകരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ആലിമീങ്ങളെ തെറി പറഞ്ഞ് സാദാത്യങ്ങളെ അവഹേളിച്ച് ഇനിയും അതിൽ നിൽക്കുന്നത് ശരിയല്ല. നിങ്ങൾ ചിന്തിച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.